ഗൈസ്, ഞാൻ പാട്രിയറ്റ് മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പാട്രിയറ്റിൻ്റെ റിവ്യൂ നമുക്കൊന്ന് പറഞ്ഞാൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്, വ്ളോഗല്ല. ഇന്ന് ഞാൻ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് അടിപൊളി ഒരു മൂവി റിലീസായതാണ്. ഇന്ന് മെയ് 1 അതുകൊണ്ട് തന്നെ പാട്രിയറ്റ് മൂവീൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ കണ്ടിട്ട് വന്നിരിക്കുക. ഇവിടെ ഫാൻ ഷോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. വൺ മൂവി. എന്താ പറയേണ്ടത്, ആരൊക്കെയാണ് ഇതിൽ ഇതാക്കിയത്, എന്താ ചെയ്യാനാണ്. നമ്മളെ മൂവിയിൽ മമ്മൂട്ടി, പാട്രിയറ്റ് എന്ന് പറയുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, നമ്മളെ കുഞ്ചാക്കോ ബോമൻ, പിന്നെ ഫഹദ് ഫാസിൽ, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ മഹേഷ് നാരായണൻ, പിന്നെ നമുക്ക് പാട്ട് സുഷിൻ ശ്യാം. ഇവരെല്ലാമാണ് അതിൻ്റെ ക്രൂവും കാര്യങ്ങളും എല്ലാം. ഞാനേ പടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം. മലയാള സിനിമ മാറിയെന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ലാത്ത പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ പറയാനിപ്പോൾ, ഓരോരുത്തരും അതിൻ്റേതായ റോളാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ പീക്ക് ലെവൽ. നമ്മളെ മഹേഷ് നാരായണൻ്റെ പല മൂവികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്ത് നോക്കിയാലും തകർത്ത് തന്നെ പറയാം, വേറെ ഒന്നും പറയാനില്ല. തകർത്ത് തിമിർത്തു ഓനെ. എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന പടം. മഹേഷ് നാരായണൻ തകർത്തിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ പൊളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിൻ്റേതായ റോളുകളുണ്ട്. ഇപ്പം നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം. മാസ് എലമെൻ്റ് ഒന്നും അങ്ങനെ വലുതായിട്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പം മാസമായിട്ട് പറയാൻ ഓരോരുത്തർക്ക് അങ്ങനത്തെ എൻട്രി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പക്ഷെ തകർത്തെന്ന് പറഞ്ഞാൽ പീക്കിൽ തകർത്തിട്ടുണ്ട്. മൂവി അതിൻ്റേതായ രീതിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. രീതി ഇതിൻ്റെ മെയിനായിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതുവരെ വന്നോ ചോദിച്ചാൽ മലയാളത്തിലെ ബാക്കിയുള്ള എവിടെയൊക്കെയോ ഒരു ടച്ച്, പക്ഷെ അങ്ങനെ ആയാലും ഇല്ല. നമുക്ക് അങ്ങനെ തന്നെ പറയാം. കണ്ടൻറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. അത്രയും അടിപൊളിയായിട്ട് തകർത്താണ് അത് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ രീതിയാണ്. കണ്ടൻറ്റാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. നിങ്ങളാരും വേറെ ഒന്നും മാസില്ല, കാര്യങ്ങളില്ല, അത് നിരാശയായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടൻറ്റ് ഇതിൽ തൂക്കിയിട്ടുണ്ട്. ഇതുവരെ വരാത്തൊരു കണ്ടൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൊത്തം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു വെറൈറ്റി പടം. ഇത് സംഭവം എടുത്തു വെച്ചിരിക്കുന്ന സിനിമാറ്റോഗ്രാഫി ആയാലും VFX ആയാലും കാര്യങ്ങളായാലും എല്ലാം തൂക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഒരു ഹോളിവുഡ് ലെവൽ പടം മാതിരി എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയണം. കാരണം അത്രയും തകർത്തിട്ടാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയും പടം എടുക്കാൻ പറ്റുമോ മലയാള ഇൻഡസ്ട്രിയിൽ എന്ന് കാണിച്ചു തന്നിരിക്കുന്നു നമ്മളെ മഹേഷ് നാരായണൻ. അപ്പോൾ എന്തുകൊണ്ടും ഒരു സൂപ്പർ പടം തന്നെ. നമുക്കിനി ഓരോ ക്യാരക്ടറൈസേഷൻ നമുക്കിനി ഓരോന്നായിട്ട് ഞാൻ എന്തായാലും പറയാം. ഇങ്ങനത്തെ പടം നമ്മൾ ഇവിടെയൊക്കെ തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നല്ല മിക്കവാറും ഒരു ആദ്യത്തെ നമ്മളെ മമ്മൂക്കയുടെ 100 കോടി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് അതിനുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്കറിയാം, ഇന്നലെ തന്നെ നമ്മളെ മമ്മൂക്കയും ലാലേട്ടനും ചാക്കോച്ചനും കൂടെ ലൈവ് വന്നായിരുന്നു. അങ്ങനെ കുറേ പ്രൊമോഷൻ നമുക്ക് ചെയ്ത് ലാസ്റ്റ് നല്ല ഹൈപ്പ് ഓൾറെഡി ഉണ്ട്. ഇവർ രണ്ടുപേരും ബിഗ് ഗെയിംസ് അഭിനയിക്കുന്ന പടങ്ങളാണ്. അപ്പം ഇതിലെ നടികളായാലും എല്ലാവരും തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നയൻതാര ഉണ്ട്, രേവതി ഉണ്ട്, ഗ്രേസ് ആൻ്റണി ഉണ്ട്, പിന്നെ ദർശന രാജേന്ദ്രൻ. എല്ലാവരും തകർത്തിട്ടുണ്ട്. ഒന്നിനൊന്നിനും മിച്ചം. ഒരു രക്ഷയില്ലാത്ത ഇത് തന്നെയാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓരോ ക്യാരക്ടർ നോക്കണമെങ്കിൽ ഇപ്പോൾ മമ്മൂക്ക വേറെ ലെവല്. ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാരക്ടർ തന്നെ തകർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ്, എന്നാലും ഞാൻ അതിൻ്റേതായ രീതിയിൽ പറയും. ഞാൻ പറയുക, മമ്മൂക്ക ഇതിൽ തൂക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഈ ഒരു യൂട്യൂബറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ മമ്മൂക്കരെ ആയിരുന്നു അഴിഞ്ഞാട്ടം. അതിനുശേഷം സെക്കൻഡ് ഹാഫിലാണ് നമ്മളെ ചെറുക്കൻ വരുന്നത്. ഇതെല്ലാവരും ഉണ്ട്. അതിൻ്റേതായ രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആർക്കും അതിൻ്റേതായ കുറവ് മഹേഷ് വരുത്തിയിട്ടില്ല. മമ്മൂക്കയാണ് ഇതിൻ്റെ നടൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ നമുക്ക് എല്ലാവർക്കും അതിൻ്റേതായ രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ തൂക്കി മമ്മൂക്ക. പിന്നെ ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനൊന്നുമില്ല. മോനെ ആപ്റ്റായ ഒരു ക്യാരക്ടർ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ലാലേട്ടൻ ഇത് എടുത്തല്ലോ എന്ന് ചെയ്തതിന് ഒരു വലിയ ഹാൻഡ്സ് ഓഫ് കൊടുക്കണം. അടിപൊളി ക്യാരക്ടർ. ലാലേട്ടൻ ഇത് എടുത്ത് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല.
അങ്ങനത്തെ ഒരു ക്യാരക്ടർ ലാലേട്ടൻ എടുത്ത് ചെയ്ത്, അതുകൊണ്ട് തന്നെ ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അമ്പോ ഒരു സീനുണ്ട്, കാറിലെ സീന്, മോനെ ലാലേട്ടൻ ആ തോക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ ഉള്ള ഒരു പവറുണ്ടല്ലോ, അപ്പുറത്ത് മമ്മൂക്കയും ഓട്ടിക്കുന്നത് ചാക്കോച്ചനും, മോനെ അതൊക്കെ വേറെ ലെവൽ, അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇവരെല്ലാവരും. പിന്നെ നമ്മളാ ചാക്കോച്ചൻ്റെ റോളെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി റോളാണ്. ചാക്കോച്ചനാണ് ഇത്തിരി റൊമാൻസും കാര്യങ്ങളും പിന്നെ പാട്ട് കുറച്ചൊക്കെ ഉള്ളത്, എല്ലാം തകർത്തിട്ടുണ്ട് ചാക്കോച്ചൻ, ഒരു രക്ഷയില്ല. പിന്നെ ഫഹദിൻ്റെ എടുത്ത് പറയണം, മോനെ നെഗറ്റീവ് ഷെയ്ഡാണെങ്കിലും തകർത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി, ഒരു ചില സീനുകളുടെ ഡയലോഗൊക്കെ കാണണം, നമുക്ക് തന്നെ രോമാഞ്ചം വരും, അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഫഹദ് ഫാസിൽ. എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി പടമായിട്ട് തന്നെ നമുക്ക് കണ്ടിരിക്കുക. എല്ലാവരും അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നയൻതാര എടുത്ത് പറയണം, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗ്രേസിനെ പൊളിച്ചിട്ടുണ്ട്, ഗ്രേസ് ആൻ്റണി. ഇവരെല്ലാവരും തകർത്താണ്. രേവതി, ഇവരെല്ലാവരും അടിപൊളിയായിട്ട് തകർത്തിട്ടുണ്ട്. എടുത്തിപ്പോൾ പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഇപ്പോൾ അങ്ങനെയാണ് കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും അതിൻ്റേതായ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. ആ റോള് തന്നെ അതിന് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അടിപൊളി ഒരു പടമാണ്, ഒന്നും പറയാനൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് അവർക്ക് കുറഞ്ഞു ഇവർക്ക് കുറഞ്ഞു അതൊന്നുമില്ല, പ്ലോട്ടിനനുസരിച്ച് അല്ലെങ്കിൽ കണ്ടൻറ്റിനനുസരിച്ച് തന്നെയാണ് അത് പടം കൊണ്ടുപോയിരിക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റായി മനസ്സിലാവും. എന്തായാലും തകർത്തിട്ടുണ്ട്, വേറെ ലെവല് പടം, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് സുഷിൻ ശ്യാമാണ്. മോനെ സുഷിൻ ശ്യാം ഇതിൽ എന്ത് പറയാനാണ് മോനെ. അനിരുദ്ധ് നമ്മളെ തമിഴ് സിനിമയിൽ എങ്ങനെയാണോ അതിൻ്റെ അപ്പുറം നിൽക്കും. BGM ഒക്കെ വേറെ ലെവല്, അത്ര അടിപൊളിയായിട്ടാണ് BGM ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. മോനെ BGM എന്നൊക്കെ പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻറ്റ് BGMവും പാട്ടൊക്കെ അടിപൊളി പാട്ടുകൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. സുഷിൻ നല്ല അറിഞ്ഞ് തന്നെ പണി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ മലയാളത്തിലെ ഏറ്റവും ഇപ്പോൾ ടോപ്പ് ഇതും ജാക്സ് ബിജോയും ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ സുഷിൻ ഇതിൽ പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. തകർത്ത് അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഇത്രയും അടിപൊളിയായിട്ട് മ്യൂസിക് എനിക്ക് തോന്നണില്ല, അടിപൊളി BGMവും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് തന്നെ സുഷിൻ ശ്യാം തകർത്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമ്മളെ ചില ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല, നെഗറ്റീവായിട്ട് അവരെടുക്കാം. ബിക്കോസ് അത് പ്ലോട്ട് അനുസരിച്ച് അതിൻ്റേതായ രീതിയിൽ കാണണം. അവർക്ക് മാസ് കിട്ടില്ല, ഇവർക്ക് മാസ് കിട്ടില്ല, അങ്ങനെയൊക്കെ എടുത്താൽ കുറച്ച് നെഗറ്റീവൊക്കെ വരാം. അല്ലാതെ പ്ലോട്ട് കൊണ്ട് മികച്ച രീതിയിലാണ് പടം നിൽക്കുന്നത്. അടിപൊളി പടം, ഒന്നും പറയാനില്ല. നമ്മളെ മഹേഷ് നായരെ നോക്കണമെങ്കിൽ നമുക്ക് ടേക്ക് ഓഫ്, പിന്നെ ഉയരെ, പിന്നെ നമ്മളെ മാലിക്, അതിൻ്റെ ഇതൊക്കെ വേറെ അതിനെയും കാട്ടി പ്ലോട്ടിലാണ് കൂടുതൽ പ്രാധാന്യം. അത്ര അടിപൊളി പടമാണ്, ഒന്നും പറയാനൊന്നുമില്ല. തകർത്തിട്ടുണ്ട്. അതിൻ്റേതായ രീതിയിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാം. നെഗറ്റീവ് വരാതിരിക്കാം, പക്ഷേ കൂടുതലും പോസിറ്റീവ് ആവാനാണ് ചാൻസ്. നമ്മളെ മമ്മൂക്കയുടെ ഫസ്റ്റ് 100 കോടിയായിരിക്കും. തകർക്കട്ടെ, മമ്മൂക്ക എന്തായാലും ഫസ്റ്റ് 100 കോടി അടിക്കട്ടെ. ഇത് ഇത്രയും ഇറക്കിയിട്ട് എന്നാൽ മാത്രമല്ല ഇനി ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരാവൂ. എന്തായാലും തകർത്തിട്ടുണ്ട്, നിരാശയല്ല. എത്രയോ കോടി ബഡ്ജറ്റ്, 100-125 എന്നൊക്കെ കേൾക്കുന്നു. അത്രയും ബഡ്ജറ്റിൽ വന്ന പടമാണ്, ഒരു രക്ഷയില്ലാത്ത പടം. അങ്ങനെ ഇവിടെയൊക്കെ നല്ല തകർത്തിട്ടുണ്ട്. ഇനി നാളെ മറ്റന്നാളെല്ലാം ഇവിടെ ഷോയാണ്. സാധാരണ അങ്ങനെ വരില്ല, അപ്പോൾ അത്ര റിവ്യൂ ഒന്നും ഇല്ലെങ്കിൽ അത്ര വരില്ല. ഇവിടെ വാഴയൊക്കെ നല്ല രീതിയിൽ ഓടിയതാണ്. അപ്പം അതിൻ്റേതായ രീതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും തകർത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. അവരുടെ രീതിയിൽ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തകർത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അതിൻ്റേതായ റോൾ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ. അതിൻ്റേതായ റോളുകൾ അവർ തകർത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്ത എന്താണോ അത് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നടിയാണെങ്കിലും ഇപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാക്കണം. എല്ലാവരും തകർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ കുറഞ്ഞു പോയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം മമ്മൂക്ക കുറഞ്ഞു പോയി, ലാലേട്ടൻ കുറഞ്ഞു പോയി, ചാക്കോച്ചൻ കുറഞ്ഞു പോയി, ഫഹദ് ഫാസിൽ കുറഞ്ഞു പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. നടിമാർക്കും ഒരു നല്ല പ്രാധാന്യം തന്നെ ഓരോരുത്തർക്കും ഉണ്ട്. അവർക്ക് എന്താണോ കൊടുത്തത് അത് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആർക്കും അങ്ങനെ നെഗറ്റീവ് ഒന്നും പ്രത്യേകമായിട്ട് പറയാതൊന്നുമില്ല. എല്ലാവരും അതിൻ്റേതായ റോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി പടം. എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം ഒരു നല്ലൊരു പോസിറ്റീവ് തന്നെ വരട്ട്. നല്ല രീതിയിൽ ഇഷ്ടം എനിക്ക് പെട്ടിട്ടുണ്ട് പേഴ്സണലി. ഇനിയിപ്പോൾ ഓരോരുത്തർ പോയി കണ്ടിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ പറയും. എല്ലാവരും ഇങ്ങനെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല റിവ്യൂ ആണ് വരുന്നത് എല്ലാ സ്ഥലത്തും. ചില ആൾക്കാർക്ക് അത് കുറച്ച് ഇതായിട്ട് തോന്നും, പക്ഷേ എന്തായാലും നല്ല റിവ്യൂ ആണ് വരുന്നത്. എല്ലാവരും പോയി കണ്ട്
മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്ത് വിജയിപ്പിക്കും പടത്തിനെ. അത്ര നല്ല പടമാണ്. പ്ലോട്ടിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക കൂടുതൽ. ബാക്കി നമുക്ക് എന്തായാലും കാണാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.